നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി കാര്യം അറിയിച്ചിരിക്കുകയാണ്. താരങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രണ്ട് ചേരിയായി തർക്കിച്ചു. ഇതോടെയാണ് അമ്മ അധ്യക്ഷൻ മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിടാനും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായും പ്രഖ്യാപിച്ചത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. തീരുമാനത്തെ പോസിറ്റീവായി കാണണമെന്നും പൃഥ്വിരാജ്, പാർവതി, രമ്യ നമ്പീശൻ, പത്മപ്രിയ അടക്കമുള്ളവർ ഈ ഒരു തലപ്പത്തേക്ക് വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. രാഹുൽ ഈശ്വർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സാർ, ഇപ്പോൾ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി രാജിവെച്ച വിഷയത്തിൽ ഒരു ബൈറ്റ് തരാവോ? ഫോൺ ഇന്റർവ്യൂ ആയിട്ട്. റെക്കോർഡറാണ്, ഞാൻ ചോദിക്കുവാണ്. അപ്പോൾ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് താങ്കളുടെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ? ശ്രീ മോഹൻലാൽ അടക്കമുള്ളവർ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിവെച്ചത്. അതിനെ നമ്മൾ പോസിറ്റീവായി കാണണം. അമ്മയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷെ അമ്മ മുഴുവൻ മോശമാണ്, സമൂഹം മുഴുവൻ മോശമാണ്, മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ മോശമാണ് എന്ന രീതിയിൽ വ്യാപകമായി അവരെ കരിവാരത്തേക്കരുത്. ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം വന്നു. അത് വ്യാജാരോപണമാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അദ്ദേഹം പരാതിയും കൊടുത്തു. പക്ഷെ എന്നാൽ പോലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന സമീപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. അതുകൊണ്ട് ശ്രീ സിദ്ദിഖ് ആകട്ടെ, ശ്രീ മോഹൻലാൽ ആകട്ടെ, ഇവരെല്ലാം നമ്മുടെ ഏറ്റവും വലിയ താരങ്ങളാണ്. നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട് നമ്മൾ കണ്ടു വളർന്നവരാണ്. അവരുടെ ഈ നിലപാടിനെ സ്വാഗതത്തോടെ കാണണം. ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ തന്നെ പറഞ്ഞിരിക്കുന്നത് 2 മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അതോടൊപ്പം അമ്മയുടെ കരുതലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൈനീട്ടം അടക്കം ഒരു കാര്യവും ആർക്കും നെഗറ്റീവായി ബാധിക്കരുത്. എല്ലാവരെയും അവിടെ പോലും അമ്മയുടെ ഒഫീഷ്യൽ പത്രക്കുറിപ്പിൽ അവർ കെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ പോസിറ്റീവ് നീക്കമാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം ശരിയാകാനുള്ളൊരു കാലഘട്ടമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി അമ്മയുടെ തലപ്പത്തേക്ക് ഇനി ആര് എന്നൊരു വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എന്റെ ഒരു റിക്വസ്റ്റ് കൂടെ പറയാം. എന്റെ ഒരു റിക്വസ്റ്റ്, എനിക്ക് ശ്രീ പൃഥ്വിരാജ് പോലുള്ളൊരു വ്യക്തി വരണമെന്നാണ് എന്റെ ആഗ്രഹം. അതോടൊപ്പം തീർച്ചയായും സ്ത്രീ നേതൃത്വം കൂടെ വേണം, സംശയമില്ല. അതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും പ്രസിഡന്റും സെക്രട്ടറിയായി വരുന്നത് നന്നായിരിക്കും. പ്രസിഡന്റ് ആയ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ സെക്രട്ടറി ആയ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ വരികയാണെങ്കിൽ അതിൽ ഒരാൾ പൃഥ്വിരാജ് ആകുന്നത് വളരെ നല്ലതാണ്. കാര്യം പൃഥ്വിരാജ് ബാലൻസ്ഡ് നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. പൃഥ്വിരാജിന്റെ ആ നിലപാടുകൾ വളരെ സ്വാഗതാർഹമാണ്. അമ്മയുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റു പറയുമ്പോഴും ശ്രീ പൃഥ്വിരാജ് വ്യാജ പരാതികൾക്കെതിരെയും നടപടി വേണം എന്ന് ഞങ്ങളൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രീ പൃഥ്വിരാജിനാകും. അദ്ദേഹത്തെ പോലൊരു വ്യക്തി വരുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അത് മാത്രമല്ല, ഈ ഒരു വിഷയം വന്നതിന് ശേഷം മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, സിനിമയുടെ കാര്യത്തിൽ ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം വരുന്ന നടനാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം പോലും വന്നില്ല. അദ്ദേഹം എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സമീപനങ്ങളും നിലപാടുകളും നമുക്കറിയാം. അതുകൊണ്ട് ഇത് പൊതുവെ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യമാണ്. അമ്മയിൽ നിന്ന് ആൾക്കാർ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു. അത് മോഹൻലാലിനെ കൂടെ അനുമതിയോടുകൂടി ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പോട്ടെ. ഇതെങ്ങനെ വരുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മാത്രമല്ല, ഇനി ഹൈക്കോടതിയും സെപ്റ്റംബർ 10 എടുക്കുകയാണ്. അപ്പൊ ഹൈക്കോടതി എന്താ സമീപനം സ്വീകരിക്കുന്നതെന്ന് കൂടെ നമുക്ക് നോക്കി കാണുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു സ്ത്രീനെ നിർദ്ദേശിക്കാനുണ്ടോ ഈ ഒരു തലപ്പത്തേക്ക്? എനിക്ക് തോന്നുന്നു പാർവതിക്കൊക്കെ അങ്ങനെ എത്രമാത്രം ഒരു സംഘടനാപരമായ പ്രവൃത്തികൾ ഏർപ്പെടാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷെ WCCയിൽ നിന്ന് ഒരാൾ വരുന്നത് നന്നായിരിക്കും. ഉദാഹരണം പത്മപ്രിയ അത്യാവശ്യം നല്ല ഓർഗനൈസിംഗ് സ്കിൽസ് ഒരാളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്മപ്രിയോ പാർവതിയോ അതോടൊപ്പം പൃഥ്വിരാജ് അടക്കമുള്ള ആൾക്കാർ. ടോവിനോ മാസഫലിയോ ഒക്കെ ഈക്വലി ഗുഡാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പം ഒരാളുടെ പേര് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയുടെയും കോമ്പിനേഷൻ കുറെ കൂടെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഈ അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള ഒരു പുതിയ നേതൃത്വം വരട്ടെ. തീർച്ചയായിട്ടും. പിന്നെ വളരെ പോസിറ്റീവാണ്. അവർക്ക് ഈ മുതിർന്ന തലമുറയുടെ അനുഗ്രഹവും ആശംസകളും എല്ലാം ഉണ്ടാകട്ടെ. മോഹൻലാൽ അടക്കം, ശ്രീ സിദ്ദിഖ് അടക്കം, ഇവരുടെ എല്ലാ, അല്ലെങ്കിൽ ശ്രീ രഞ്ജിത്ത് അടക്കമുള്ള എല്ലാവരുടെയും കാര്യം ഇവരെ ഇതിൽ ചിലർക്ക് ആരോപണ വിധേയർ മാത്രമാണ്. ഇവരെ ഇപ്പോഴേ മോശക്കാരെ നമ്മൾ ഒരു കാരണവശാലും മുദ്ര വെക്കരുത്. പൃഥ്വിരാജിനെ കൊണ്ടുവന്ന ശ്രീ രഞ്ജിത്താണ്. അങ്ങനെ ഒരുപാട് സംഭാവനകൾ രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണെന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്. ഓക്കെ.